ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. കേരള PSCയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പുതിയൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഉടൻ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലായിരിക്കും. മോസ്റ്റ്ലി ജൂലൈ 14 തന്നെ നോട്ടിഫിക്കേഷൻ വരാനാണ് സാധ്യതയുള്ളത്. അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, വാട്ടർ അതോറിറ്റിയിലുള്ള ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസീസ് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടില്ല, ഇനി 1.5 വർഷം ബാക്കിയുണ്ട്. ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് ഒരു 1.5 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ വീണ്ടും നോട്ടിഫിക്കേഷൻ വിളിച്ച് 3 വർഷം ആകുമ്പോൾക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതി PSC കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പിന്തുടരുന്ന രീതിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ട് പോയിട്ടുള്ള ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ള, അതായത് മുൻപ് 2020 വന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയാണ്. സ്കെയിൽ ഓഫ് പേ 20,100 മുതൽ 53,300 ആണ്. അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പുതിയ പേ സ്കെയിലിലേക്കാണ് വരാൻ പോകുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ്റെ ടൈം തന്നെ 88 ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കുറഞ്ഞ വേക്കൻസി അല്ലെന്ന്. ഒരിക്കലുമല്ല. നിലവിൽ ഈ എക്സാമിൽ വന്നിരിക്കുന്ന നമ്പർ ഓഫ് അഡ്വൈസ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 420 അഡ്വൈസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു തസ്തികയിലേക്ക് PSC ഇതിനോടകം നൽകിയിട്ടുണ്ട്. അതായത് ഈ 420 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് 1.5 വർഷമായിട്ടേ ഉള്ളൂ. ഇനിയും 1.5 വർഷം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾക്ക് ഇനി എന്ത് ചെയ്യാനുണ്ട്, അഡ്വൈസ് വരാനിരിക്കുന്നുണ്ട്. സോ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് പാസ് ഇൻ SSLC examination or equivalent and national trade certificate in mechanic, motor vehicle or electrician എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ തസ്തിക വരികയാണ്. ഒരുപാട് വേക്കൻസിയോട് കൂടിയായിരിക്കും വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യേണ്ടത് 88 വേക്കൻസി വന്ന ഈ എക്സാമിനേഷനിൽ നിലവിൽ 1.5 വർഷം ആകുമ്പോഴേക്കും 400-ലധികം എന്ത് ചെയ്തിട്ടുണ്ട്, 400-ലധികം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് ഒരുപാട് ഉയരാനുണ്ട്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഇതൊരു ITI ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിന് ഒരുപാട് ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഉണ്ടാവുക. നിങ്ങളെ കൊണ്ട് ഒരു ഒരു 6 മന്ത് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണ് KW ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ എൻട്രിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. KW ഓപ്പറേറ്റർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ ഒരു എക്സാം നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. കഴിഞ്ഞ ലാസ്റ്റ് നടന്ന എക്സാമിനേഷനിൽ ഒരുപാട് എൻട്രി ഉദ്യോഗാർത്ഥികൾ KW ഓപ്പറേറ്റർ തസ്തികയിൽ കയറിയിട്ടുണ്ട്. മികച്ച റാങ്കുകൾ ടോപ്പ് 10 തന്നെ നമ്മൾ നല്ല നല്ല റാങ്കുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്ത തവണ നിങ്ങളും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയോടൊപ്പം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.